ശശി തരൂരിനെതിരെ കോൺഗ്രസ് നേതാവ് രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ്. അതും കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തിൽ രൂക്ഷ വിമർശനവുമായി KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോൺസൺ എബ്രഹാമാണ് രംഗത്തെത്തിയത്. തരൂരിന്റെ മോദി വാഴ്ത്തുപാട്ട് തരം മാറ്റവും അവസരവാദവും എന്നാണ് വിമർശനം. ട്രംപിന്റെ മുന്നിൽ തരൂരിന്റെ നയതന്ത്ര നീക്കങ്ങൾ തകർന്നടിഞ്ഞുവെന്നും ഇന്ദിരാഗാന്ധിയുടെ വിദേശകാര്യ നയം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിമർശനം. വിവരങ്ങളുമായി നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ഒരിക്കൽ കൂടി നൃപൻ, ഇപ്പോഴിതാ പരസ്യ പ്രതികരണങ്ങൾ പാടില്ല എന്ന് ഹൈക്കമാൻഡ് നേരത്തെ പറഞ്ഞിരുന്നതാണ്. ഇപ്പോഴിതാ സ്വന്തം മുഖപത്രത്തിൽ വിമർശനം വന്നിരിക്കുകയാണ് തരൂരിനെതിരെ. തരൂരിന്റെ ഈ വാഴ്ത്തുപാട്ട് അത് അവസരവാദവും തരം മാറ്റവുമാണെന്ന് ജോൺസൺ എബ്രഹാം വിമർശിക്കുകയാണ് ലേഖനത്തിൽ. എന്തൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായും മനു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം എന്ന് പറയുന്നത് KPCCയുടെ നിലവിലെ ഏറ്റവും ഉന്നത അധികാര സമിതി എന്ന് പറയുന്നത് രാഷ്ട്രീയകാര്യ സമിതിയാണ്. രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ് അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം. മാത്രമല്ല അദ്ദേഹം ഈ പാർട്ടിയുടെ മുഖപത്രം, കോൺഗ്രസിൻ്റെ കേരളത്തിലെ പാർട്ടിയുടെ മുഖപത്രമായ വീക്ഷണത്തിലെ ലേഖനത്തിലാണ് ഇന്ദിരാഗാന്ധിയുടെ വിദേശകാര്യ നയത്തെ സംബന്ധിച്ച പഴയ ചരിത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തരൂരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത്. ഇന്ത്യ പാക് അതിർത്തിയുടെ സംഘർഷവുമായി ബന്ധപ്പെട്ട് വിദേശ പര്യടനത്തിന് തരൂരിനെ നിയോഗിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ തർക്കമുണ്ടായിരുന്നു. അതിൽ അമേരിക്കയുടെ സന്ദർശനം അടക്കം തരൂരാണ് നടത്തിയത്. അതിൽ തരൂരിൻ്റെ സന്ദർശനം തകർന്നടിഞ്ഞു. ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച പൂർണ്ണമായി തകർന്നടിഞ്ഞു. തരൂരിൻ്റെ വിദേശ സന്ദർശനത്തിൻ്റെ എതിരെയുള്ള വിമർശനം കൂടി പങ്കുവയ്ക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്ദിരാഗാന്ധിയെ കുറിച്ചുള്ള കഴിഞ്ഞ ദിവസത്തെ അടിയന്തരാവസ്ഥ കാലത്തെ വിമർശനം, മോദിയുടെ പൂർണ്ണമായി പുകഴ്ത്തുന്ന തരൂരിൻ്റെ നിലപാട്, ഇതിനെയെല്ലാം വിമർശിച്ചുകൊണ്ടാണ് അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാമിൻ്റെ വിമർശനം വീക്ഷണം ദിനപത്രത്തിൽ പറയുന്നത്. നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ മോദിക്ക് അനുകൂലമായ വാഴ്ത്തുപാട്ട് തരൂരിൻ്റെ അവസരവാദമാണ് എന്ന തരത്തിലുള്ള വിമർശനമാണ് ഉന്നയിക്കുന്നത്. AICCയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ തരൂരിനെതിരെയാണ് രാഷ്ട്രീയകാര്യ സമിതി അംഗമായ അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം ഈ വിമർശനം ഉന്നയിക്കുന്നതും ഏറ്റവും പ്രധാനമുള്ള കാര്യമാണ്. അതിലെ വിമർശനത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം താനാണ് തീർത്തതെന്ന അവകാശവാദം 14 തവണ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുന്നിൽ തരൂരിൻ്റെ നയതന്ത്ര നീക്കങ്ങൾ തകർന്ന് അടിഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ ധീരമായ നേതൃത്വം ലോകരാഷ്ട്രീയത്തിന് പ്രദാനം ചെയ്ത പരമ്പരാഗതവും ശക്തമായ വിദേശ നയത്തിൻ്റെ പതനമാണ് അമേരിക്കയിൽ കണ്ടത്. തരൂരിൻ്റെ നയതന്ത്ര സന്ദർശനം കഴിഞ്ഞ ഉടൻ തന്നെ പാക് സൈനിക മേധാവി അസീം മുനീറിന് വൈറ്റ് ഹൗസിൽ ചുവപ്പ് പരവാദിന് വിരിച്ച രാജകീയ വരവേൽപ്പാണ് ഡൊണാൾഡ് ട്രംപ് നൽകിയത്. അതായത് തരൂരിൻ്റെ വിദേശ സന്ദർശന യാത്ര പോലും പൊളിയുന്നതാണ്. അവസാനത്തെ ഭാഗത്താണ് നരേന്ദ്രമോദി ഭരണത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള തരൂരിൻ്റെ വാഴ്ത്തുപാട്ട്. തരൂരിൻ്റെ തരം മാറ്റവും അവസരവാദവും പ്രകടിപ്പിക്കുന്നതാണ്. അമിതമായ വിധേയത്വം മൂലം അമേരിക്കയുടെ സാമന്ത രാജ്യമായി ഇന്ത്യ രൂപപ്പെട്ടു വരികയാണ് എന്ന് അവസാനിക്കുന്ന ഈ ലേഖനത്തിൻ്റെ ഭാഗത്തിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിരുന്ന വിദേശ നയത്തിൻ്റെ നിലപാടുകളെയെല്ലാം അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്. അത്തരത്തിലൊരു വിദേശ നയമാണ് രാജ്യത്ത് കോൺഗ്രസ് സർക്കാരുകൾ തുടർന്നിരുന്നത്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിദേശകാര്യ നയവുമായി മോദി സ്തുതിയുമായി തരൂര് മുന്നോട്ട് പോകുന്നു. ആ തരൂരിൻ്റെ നിലപാടുകളെ രൂക്ഷമായി വിമർശിക്കുകയും ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിരുന്ന വിദേശ നയത്തെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് തരൂരിനെതിരെ രൂക്ഷമായ വിമർശനം ജോൺസൺ എബ്രഹാം മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ മുഖവരായി പറഞ്ഞതുപോലെ, ഒന്ന് പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ മുഖപത്രമാണ് വീക്ഷണം. ജോൺസൺ എബ്രഹാം എന്ന് പറയുന്നത് രാഷ്ട്രീയകാര്യ സമിതി അംഗമാണ്. കേരളത്തിലെ രാഷ്ട്രീയകാര്യ സമിതി അംഗം എന്ന് പറയുന്നത് KPCCയുടെ ഏറ്റവും ഉന്നതാധികാര സമിതിയാണ്. അതിലെ അംഗം തന്നെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ തരൂരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു. അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നിലപാട് ഏറെക്കുറെ വ്യക്തമാണ്. തരൂരിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായ അതൃപ്തിയാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളത്. പക്ഷേ AICC ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാത്തതാണ് കേരളത്തിലെ നേതാക്കളെ ചൊടിപ്പിക്കുന്നത്. അതുകൂടി ഇക്കാര്യത്തിൽ കൂട്ടി വായിക്കേണ്ടതാണ് മനു.